ഓക്കെ, നമുക്ക് അപ്പം ഇന്ന് ചാപ്റ്റർ 3 തുടങ്ങാം. ചാപ്റ്റർ 3 പറയുന്നത് കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമീലിയനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നത് മൈക്രോ ഓർഗാനിസം പോലെയുള്ള ചെറിയ ചെറിയ സൂക്ഷ്മജീവികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, ഇത്തരം കിങ്ഡത്തിൽ വരുന്ന അത്തരം വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് വന്നിട്ട് നമ്മുടെ ചെടികൾ മൊത്തത്തിൽ വരുന്നത് പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിൽ, മൊത്തം ജീവിവർഗ്ഗങ്ങൾ വരുന്നത് അനിമേലിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം പ്ലാന്റ്, ചെടികളെ ഏതൊക്കെ രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പ്ലാന്റ് ബോഡി ഈസ് നോട്ട് വെൽ ഡിഫറൻഷ്യേറ്റഡും പ്ലാന്റ് ബോഡി ഈസ് ഡിഫറൻഷ്യേറ്റഡും. അതായത് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ചെടികളുമുണ്ട്, അല്ലാത്തതായിട്ടുള്ള ചെടികളുമുണ്ട്. അപ്പം പ്ലാന്റ് ബോഡി ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ ഡിഫറൻഷ്യേറ്റഡ് അല്ലാത്ത പ്ലാന്റ്സുകളെ ഉൾപ്പെടുത്തുന്ന പേരാണ് താലോഫൈറ്റ എന്ന് പറയുന്നത്. താലോഫൈറ്റ വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ ബോഡി സ്ട്രക്ചർ എന്തായിരിക്കില്ല, കറക്റ്റായിട്ടുണ്ടായിരിക്കില്ല. അതായത് ഇപ്പം ഒരു സെൽ ബോഡി, അതിനൊരു വാൾ ഉണ്ടായിരിക്കും, മൈറ്റോകോൺട്രിയ, ക്ലോറോഫിൽ, ഇങ്ങനെയുള്ള ഒരുപാട് സെൽ സ്ട്രക്ചറുകളുണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചു പോകും. അത്തരത്തിൽ അതിൻ്റെ ബോഡി എന്തല്ല, കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിലല്ല കിടക്കുന്നുണ്ടാവുക. അത്തരം പ്ലാന്റ്സിനെയാണ് താലോഫൈറ്റ വിളിക്കുക. അതേസമയം പ്ലാന്റ് ബോഡി വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള വളരെ കൃത്യമായ സ്ട്രക്ചറോട് കൂടിയുള്ള പ്ലാന്റ്സിനെ തന്നെ രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് ബോഡിയിൽ ന്യൂട്രിയൻസും വാട്ടറൊക്കെ ഇലകളിലോട്ട്, ലീവ്സിലോട്ട് എത്തുന്നത് സൈലം വഴിയും, ലീവ്സിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ബാക്കി പ്ലാന്റിൻ്റെ ബോഡി പാർട്ടിലോട്ട് എത്തുന്നത് ഫ്ലോയം വഴിയുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളതിനെ പറയുക വാസ്കുലാർ ടിഷ്യൂസ് എന്നാണ് വിളിക്കുക. അപ്പോൾ സൈലം, ഫ്ലോയം ഉള്ള ചെടികളും ഇല്ലാത്ത ചെടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാന്റിനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് വാസ്കുലാർ ടിഷ്യൂ, അതായത് സൈലം ഫ്ലോയം ഇല്ലാത്ത പ്ലാന്റ്സുകളും അതുപോലെ ഉള്ള പ്ലാന്റ്സുകളും ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത പ്ലാന്റ്സുകളെ വരുന്ന കാറ്റഗറിയാണ് ബ്രയോഫൈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രയോഫൈറ്റ എന്ന് പറയുന്നത് സൈലം ഫ്ലോയം എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂസ് ഇല്ലാത്ത പ്ലാന്റ്സുകളുടെ കാറ്റഗറിയാണ് ബ്രയോഫൈറ്റ. ഇനി വീണ്ടും നമുക്ക് സൈലം ഫ്ലോയം വാസ്കുലാർ ടിഷ്യൂസ് ഉള്ള പ്ലാന്റ്സിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതായത് സീഡുകൾ, അതായത് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയും സീഡ് ഇല്ലാത്തതുമായിട്ടുള്ള പ്ലാന്റുകളായിട്ട് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ സീഡ് ഇല്ലാത്ത പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്, ടെറിഡോഫൈറ്റ. അതേസമയം സീഡ് ഉള്ളത് തന്നെ രണ്ട് രീതിയിലുണ്ട്. സീഡ് പുറത്തുള്ള സീഡുകളുള്ളതും അകത്ത് സീഡ് വരുന്നത്. ഇപ്പം കശുവണ്ടിൻ്റെ സീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ പുറത്താണ് കാണുന്നത്. അതേസമയം മാങ്ങയാണെങ്കിലോ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീഡ് കാണുന്നത് അല്ലേ. അപ്പോൾ ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, പ്ലാന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ സീഡ് നേക്കഡ് ആയിട്ടുള്ള സീഡുകൾ വരുന്നത് ജിംനോസ്പേംസും, അതേസമയം ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ് സീഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ആൻജിയോസ്പേംസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കിങ്ഡം പ്ലാന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞു ബ്രയോഫൈറ്റ എന്ന് പറയുന്ന വിഭാഗക്കാർ, അതായത് സൈലം ഫ്ലോയം ഇല്ലാത്ത പ്ലാന്റുകളെയാണ് നമ്മൾ ബ്രയോഫൈറ്റ എന്ന് പറയുക അല്ലേ. അപ്പം ബ്രയോഫൈറ്റയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രയോഫൈറ്റ്സ് ആർ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആസ് ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. അതായത് അവർ ആംഫീബിയൻസിനെ പോലെയോ ഉഭയജീവികളെ പോലെ, അതായത് വാട്ടറിലും അതുപോലെ, അതായത് മൊത്തം ലൈഫ് സൈക്കിള് കുറച്ച് കാലം വാട്ടറിലും കുറച്ച് കാലം കരഭാഗത്തും ലാൻഡിലുമാണ് എന്ത് ചെയ്യുന്നത്, അവർ വളരുന്നത് ബ്രയോഫൈറ്റ്സ്. അതുപോലെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് മെയിൻലി ഗ്രോ ഇൻ ഡാംപ് ഷെയ്ഡി പ്ലേസസ് എസ്പെഷ്യലി ഇൻ ദി ഹിൽസ്. അതായത് ഇങ്ങനെ വളരെ തണലുള്ള ഈർപ്പമുള്ള ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ കുന്നിൻ ചെരിവുകളിലൊക്കെയാണ് ഇത്തരം പ്ലാന്റുകളെ നമ്മൾ കാണാൻ പറ്റും. ദേ ആർ എംബ്രിയോഫൈറ്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് വാസ്കുലാർ ടിഷ്യൂസ്. അതായത് ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല, വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല, അതായത് സൈലം ഫ്ലോയം ഇല്ലാത്ത ചെടികളാണ് ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നോട്ട് ട്രൂ ലീവ്സ് ആൻഡ് റൂട്ട്സ് ആസ് ദെയർ ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ് ബോഡി ഈസ്
ഗമറ്റോഫൈറ്റിക്, അതായത് ഇതിന് എന്തുണ്ടായിരിക്കില്ല, കറക്റ്റായിട്ട് ലീവ്സും റൂട്ട്സുകളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അതുപോലെ ഇതിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആന്ത്രീഡിയയും ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയയുമായിരിക്കും കേട്ടോ. ആന്ത്രീഡിയയും ആർക്കിഗോണിയയും ആയിരിക്കും അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം നമുക്ക് ബ്രയോഫൈറ്റ്സിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു ചെടീൻ്റെ പൂവിനെയാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിൽ ഓർഗനായിട്ടുള്ള ആന്ത്രീഡിയ ഉണ്ട്, അതുപോലെ മെയിൽ ഓർഗൻ ആന്ത്രീഡിയ ഉണ്ട്, ഫീമെയിൽ ഓർഗനായിട്ട് വരുന്ന ആർക്കിയോഗോണിയ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇത്രയാണ്, ബ്രയോഫൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വരുന്നത് എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടെറിഡോഫൈറ്റ്സ്. അതായത് ടെറിഡോഫൈറ്റ്സ് നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞത് മുകളിൽ, ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് സീഡ് ഇല്ലാത്ത ചെടികളെയാണ് നമ്മൾ ടെറിഡോഫൈറ്റ്സ് ആയിട്ട് കണക്കാക്കിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേൺസ് ആർ ലോവർ വാസ്കുലാർ പ്ലാന്റ്സ്. They contain vascular tissue which is made up of xylem and phloem and help in conduction of water and nutrients to all parts of the plant body. ടെറിഡോഫൈറ്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഫേണുകൾ. ഈ ഫേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പന്നൽ ചെടികൾ എന്ന് പറയില്ല, ആ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സുകളാണ് ടെറിഡോഫൈറ്റ്സിൽ വരുന്നത്. ഇവർക്ക് വാസ്കുലാർ സിസ്റ്റം ഉണ്ട്, അതായത് സൈലം ഫ്ലോയും അവരുടെ ബോഡിയിലുണ്ടായിരിക്കും. അതായത് ന്യൂട്രിയൻസും വാട്ടറുകളൊക്കെ എല്ലാ ബോഡി പാർട്സിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസാണ് സൈലം ഫ്ലോയും. അത് ഈ ഇത്തരം ചെടികളുടെ ടെറിഡോഫൈറ്റ്സ് വിഭാഗത്തിൽ പെടുന്ന ചെടികളിൽ ഉണ്ടായിരിക്കും. ഇനി ടെറിഡോഫൈറ്റ്സ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ഡാംപ് ഷേഡി പ്ലേസസ് ഓർ ഇൻ ദി ഗാർഡൻസ് ഓർ ഓൺ ഹിൽസ്. അതായത് നമ്മൾ നേരത്തെ മുകളിൽ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ടെറിഡോഫൈറ്റ്സും എവിടെയാണ് കാണുന്നത്, ഈർപ്പമുള്ള വളരെയധികം കാനലുള്ള അതുപോലെ ഹിൽ ഏരിയയിലേക്കായിട്ടാണ് എന്ത് വരുന്നത്, ടെറിഡോഫൈറ്റ്സിനെയും കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകതയാണ്, ലീവ്സ് ഓഫ് സ്പോറോഫൈറ്റ് ഗ്രോ ഓൺ തിക്ക് ഹൊറിസോണ്ടൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓർ റൈസോം വിച്ച് ബെയേഴ്സ് അഡ്വാൻറ്റേജസ് റൂട്ട്സ്, ടെമ്പറേച്ചർ ഈസ് ലോ. അതായത് ഇതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റ് ഗ്രോ ഓൺ തിക്ക് ഹൊറിസോണ്ടൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതായത് വളരെയധികം നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ട് വരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഇതിനുണ്ടായിരിക്കും, നല്ല റൂട്ടുകൾ ഉണ്ടായിരിക്കും ഇതിന്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റൂട്ടുകളിൽ ഹൊറിസോണ്ടലായിട്ട് വരുന്ന സ്റ്റെമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലീവ്സുകൾ വരുന്നത്. ലീവ്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീവ്സുകളൊക്കെ സ്പോറോഫൈറ്റ് ആയിരിക്കും. അതായത് വളരെയധികം ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ശ്വസനത്തിന് വേണ്ടിയൊക്കെ ഒരുപാടധികം പോർസുകൾ അതിൽ ഉണ്ടായിരിക്കും. ഇനി ദി മെയിൻ പ്ലാന്റ് ബോഡി റെപ്രസെൻറ്റ് എ സ്പോറോഫൈറ്റിക് generation and has roots which penetrates the soil to absorb water and minerals. അതായത് അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിന് എന്താ ഉണ്ടാവുക, നല്ലധികം അത്യാവശ്യം നല്ല റൂട്ട് സിസ്റ്റമാണ് അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ സോയിലിൽ എന്ത് ചെയ്യും, നന്നായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് വാട്ടറും ന്യൂട്രിയൻസൊക്കെ അതിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂട്ട്സുകളാണ് ടെറിഡോഫൈറ്റ്സിനുള്ളത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് മുകളിൽ ജിംനോസ്പേംസിൻ്റെ പ്രത്യേകത എന്താണ്, ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡുകൾ, നെയ്ക്കഡായിട്ടുള്ള സീഡുകൾ, അതായത് വിത്തുകൾ എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെ പുറത്താണ് വരിക, അത്തരം പ്ലാന്റ്സിനെയാണ് വരുന്നത് ജിംനോസ്പേംസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ അഡൾട്ട് പ്ലാന്റ് ഈസ് എ ടോൾ വൂഡി പെറണിയൽ ട്രീ ഓർ ഷ്രബ് മോസ്റ്റ്ലി എവർഗ്രീൻ. അതായത് അഡൾട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് വളരെയധികം ടോളും വുഡി ആയിട്ടുള്ള ഒരു വലിയ ട്രീ ആയിരിക്കും ഉണ്ടാവുക, എവർഗ്രീൻ ആയിട്ടുള്ള ട്രീ ആണ് ഉണ്ടാവുക. ദ സ്റ്റെം ഈസ് യൂഷ്വലി ബ്രാഞ്ചഡ് ബട്ട് റയർലി ബ്രാഞ്ചഡ് ആസ് ഇൻ സൈക്കസ്. അതായത് സ്റ്റെം എന്ന് പറയുന്നത് വളരെയധികം ബ്രാഞ്ചോട് കൂടിയിട്ടുള്ളതായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് സൈക്കസ് ട്രീകൾ. അവർ എന്ത് ചെയ്യുന്നില്ല, വളരെയധികം ബ്രാഞ്ച് ഇല്ല, ഒരൊറ്റ തടി പോലെ ആയിട്ടാണ് നിൽക്കുക. ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ലീഫുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിമ്പിളായിട്ടുണ്ടാവുക, അതുപോലെ കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സുകളും പോസിബിളാണ്. ഇനി വാസ്കുലർ ബണ്ടിൽസ് ഇൻ സ്റ്റെംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ആൻഡ് ഷോ സെക്കൻഡറി ഗ്രോത്ത്.
വാസ്കുലർ ബണ്ടിൽസ് ഇൻ സ്റ്റെംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ആൻഡ് ഷോ സെക്കൻഡറി ഗ്രോത്ത്. അതായത് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത് റിംഗ് ഫോമിലാണ് ഇതിൽ കാണാം. പിന്നെ ജിംനോസ്പെംസ് ബെയർ കോൺസ് വിച്ച് ആർ യൂഷ്വലി യൂണിസെക്ഷൽ either മെയിൽ ഓർ ഫീമെയിൽ. അതായത് കോണ് പോലെയുള്ള എന്ത് ചെയ്യും സാധനങ്ങൾ ജിംനോസ്പെംസ് എന്ന് പറയുന്ന ചെടികളിലുണ്ടായിരിക്കുക. അത് യൂണിസെക്ഷൽ ആയിരിക്കാം. അതായത് ഒന്നല്ലെങ്കിൽ മെയിലാവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം. രണ്ടും കൂടി രണ്ട് സെക്സ് ഓർഗനും കൂടി ഒരു ചെടീൻ്റെ ഉള്ളിലുണ്ടായിരിക്കില്ല. എങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. താലോഫൈറ്റ, ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റ ആർ കാൾഡ് ക്രിപ്റ്റോഗേമിയ ബിക്കോസ് they do not bear seeds, whereas spermatophyta are called phanerogamia as they bear seeds. അതായത് താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ ഒന്നും സീഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ സ്പെർമാറ്റോഫൈറ്റ എന്ന് പുതിയ വേറൊരു പേര് വിളിക്കാറുണ്ട്. സ്പെർമാറ്റോഫൈറ്റ ക്രിപ്റ്റോഗേമിയ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഫാനെറോഗേമിയ എന്ന് വിളിക്കുന്നത് സ്പേംസ് ഉള്ള ചെടികളെയാണ് ഫാനെറോഗേമിയ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ആൻജിയോസ്പേം പറയാം. ആൻജിയോസ്പേം നമ്മൾ നേരത്തെ പറഞ്ഞത് സീഡ് എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള ചെടികളാണ് ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പേരക്ക, മാമ്പഴം ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ആൻജിയോസ്പേംസിൽ വരുന്നതാണ്. അതായത് അതിൻ്റെ ആ വിത്ത് എന്ന് പറയുന്നത് ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ കൊടുത്തതുപോലെ തന്നെ പീ, മാംഗോ, കോക്കനട്ട്, വീറ്റ് ആൻഡ് റൈസ് കം അണ്ടർ ഗ്രൂപ്പ് കാൾഡ് ആൻജിയോസ്പേം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം വിഭാഗത്തിൽ വരുന്നത്. അതായത് ഇതിൻ്റെ സീഡുകൾ എന്ത് ചെയ്യും എപ്പോഴും ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് വരിക. അതുപോലെ രണ്ട് രീതിയിൽ ആൻജിയോസ്പേംസിനെ ഡിവൈഡ് ചെയ്യും. ഒന്ന് ഡൈക്കോട്ടിലിഡോൺസും മോണോകോട്ടിലിഡോൺസും ഉണ്ട്. ഡൈക്കോട്ട് പ്ലാന്റ്സ് ഹാവ് 2 കോട്ടിലിഡോൺസ് ഇൻ സീഡ്സ് വെറാസ് മോണോകോട്ട്സ് ഹാവ് ഓൺലി 1 കോട്ടിലിഡോൺ വിത്തിൻ ദി സീഡ്. അതായത് രണ്ട് രീതിയിൽ ഇതിനെ ഇതാക്കാം. ഡൈക്കോട്ടിലിഡോൺസ് ഉണ്ട്, മോണോകോട്ടിലിഡോൺസ് ഉണ്ട്. അതായത് ഡൈക്കോട്ടിലിഡോൺസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കശുവണ്ടീൻ്റെത് കണ്ടില്ലേ നിങ്ങൾ, രണ്ട് പോർഷനായിട്ടാണ് കാണാം അല്ലേ. അതിനാണ് ഡൈക്കോട്ടിലിഡോൺസ് എന്ന് വിളിക്കുക. അല്ലാത്തത് മോണോകോട്ടിലിഡോൺസ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ സീഡിൻ്റെ ആ സ്ട്രക്ചർ അനുസരിച്ച് രണ്ട് രീതിയിൽ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കിൻഡം അനിമേലിയ നോക്കാം. അതായത് നമ്മളടക്കം വരുന്ന വിഭാഗത്തിൽപ്പെട്ടതല്ല, കിൻഡം അനിമേലിയ നോക്കാം. അതായത് മെയിനായിട്ട് ആനിമൽസാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ്. അതായത് ന്യൂക്ലിയസിന് സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഒന്നിലധികം സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ദേ ഹാവ് ഡൈജസ്റ്റീവ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കും, അതുപോലെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ്, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിരിക്കും. ദേ ഹാവ് പവർ ഓഫ് ലോക്കോമോട്ടേഷൻ. അതായത് മൂവ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. ദേ ഷോ ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ത്രൂ നെർവസ് സിസ്റ്റം. അതായത് മാറ്റങ്ങൾക്ക് വളരെയധികം റെസ്പോൺസ് ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ് എന്ത് അനിമേലിയ വിഭാഗത്തിൽ. മൊത്തം അനിമേലിയ വിഭാഗത്തിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കിൻഡം അനിമേലിയയിലെ മൾട്ടി സെല്ലുലാർ യൂക്കാരിക് ഹെറ്ററോട്രോപ്സിന് രണ്ട് രീതിയിലുണ്ട്. സബ് കിൻഡം വരുന്നുണ്ട്, അതിൽ പാരാസോവ വരുന്നുണ്ട്, യൂമെറ്റാസോവയും വരുന്നുണ്ട്. അതിൽ കിൻഡം അനിമേലിയനെ സബ് കിൻഡമായിട്ട് തിരിച്ചിട്ടുണ്ട്, പാരാസോവയും യൂമെറ്റാസോവയും. അതായത് അതിൻ്റെ ടിഷ്യൂസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് രണ്ട് രീതിയിൽ മാറ്റാം. സിമ്മട്രി ഇല്ലാത്തതും അതുപോലെ ടിഷ്യൂസ് ഇല്ലാത്തതുമായിട്ടുള്ള വിഭാഗത്തിനെ ഫൈലം പോരിഫറ എന്ന് വിളിക്കും. അതേസമയം സിമ്മട്രിക്കലായിട്ടുള്ള ടിഷ്യൂസ് വരുന്നതിന് നമ്മൾ യൂമെറ്റാസോവ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി ഓർഗനൈസേഷൻ ആൻഡ് ജെർമിനൽ ലെയേഴ്സ് പ്രകാരം രണ്ട് രീതിയിൽ വീണ്ടും അതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനും 2 എംബ്രിയോണിക് ജെം ലെയേഴ്സും ഉള്ളതിന് ഫൈലം നിഡേറിയ എന്ന് വിളിക്കും. അതേസമയം ഓർഗൻ സിസ്റ്റം ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനും 3 എംബ്രിയോണിക് ജെംസ് ലെയറും ആണുള്ളെങ്കിൽ അതിനെ ബാക്കിയുള്ള എല്ലാ ഫൈലയും അതിലാണ് പെടുക. ഇനി സിമ്മട്രി, ബോഡി സ്ട്രക്ചറിൻ്റെ സിമ്മട്രി അനുസരിച്ച് അസിമെട്രിക്കലും റേഡിയൽ സിമ്മട്രി വരുന്നതും ബൈലാറ്ററൽ സിമ്മട്രി വരുന്നതുമുണ്ട്. അപ്പോൾ അതിൽ അസിമെട്രിക്കലായിട്ടുള്ള ബോഡി വരുന്നതിനെ ഫൈലം പോരിഫറ എന്ന് വിളിക്കും. അതേസമയം റേഡിയൽ സിമ്മട്രി വരുന്നതിന് ഫൈലം നിഡേറിയ, ബൈലാറ്ററൽ സിമ്മട്രി വരുന്നതിന് ബാക്കിയെല്ലാം ഫൈലത്തിലും പെടും, ബാക്കിയെല്ലാതും അതിലാണ് പെടുക. ബൈലാറ്ററൽ സിമ്മട്രി, അതായത് ബോഡീൻ്റെ രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുന്നുണ്ട് ബൈലാറ്ററൽ സിമ്മട്രി വരും. ഇനി അതേസമയം ബോഡി ക്യാവിറ്റി അനുസരിച്ച്
എയ്ലോമേറ്റ്സ് ഉണ്ട്, അതായത് നോ കോളം ഉള്ളത്. അതുപോലെ സ്യൂഡോ കോളോമേറ്റ്സ് ഉണ്ട്, യു കോളോമേറ്റ്സ് ഉണ്ട്. അതായത് ഫൈലം പോരിഫെറ, നിഡേറിയ, പ്ലാറ്റി ഹെൽമിന്തസ് ഒക്കെ ബോഡി ക്യാവിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ആനിമൽസിൽ പെട്ടതാണ്. അതേസമയം ഫൈലം അസ്കൽമെന്തസ് വരുന്നത് ഫാൾസ് കോളം പോലെയുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണ്. ശരിയായ ബോഡി ക്യാവിറ്റി വരുന്നതാണ് ബാക്കിയെല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആനിമൽസ്. ഇനി കോർഡേറ്റ, നോട്ടോ കോർഡ അല്ലെങ്കിൽ നമ്മൾ നട്ടലെന്ന് പറയില്ലേ, ആ സാധനം കോർഡേറ്റ അനുസരിച്ച് 3 രീതിയിലുണ്ട്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കോർഡേറ്റ നോട്ടോ കോർഡ എന്ന് വിളിക്കും. കോർഡേറ്റ ഇല്ലാത്തതിനെ നോൺ കോർഡേറ്റ എന്ന് വിളിക്കും. സം സ്റ്റേജ് ഓഫ് ഇതിൽ നോട്ടോകോഡ് കാണുന്നതിനെ കോർഡേറ്റ എന്നും വിളിക്കും. ഇങ്ങനെ ഓർഗനൈസേഷൻ ആൻഡ് ജം ലെയേഴ്സിൻ്റെ ഇതിലും സിമ്മട്രിയും ബോഡി ക്യാവിറ്റി അതുപോലെ നോട്ടോ കോർഡേറ്റ ഇതിൻ്റെയൊക്കെ പ്രസൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മൊത്തം ആനിമൽ കിങ്ഡത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്.